സെക്രട്ടേറിയറ്റിന് മുന്നിലെ കയ്യടിയും മധുരം വിളമ്പലും ആർപ്പുവിളിയും കണ്ട് കണ്ണു തള്ളിപ്പോകുകയാണ് പിണറായി വിജയന്. ജി സുധാകരന് കയ്യും കൊടുത്ത് സഭയിൽ രണ്ടാം നമ്പറുകാരനായി ജനം ഇരുത്തിയപ്പോൾ തെരുവിൽ വി.ഡി. സതീശന് നന്ദി പറയുകയായിരുന്നു ജനങ്ങൾ. തോറ്റിട്ടും തന്നെ വഞ്ചിച്ച് തോൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത് എന്ന് അന്വേഷിക്കാനായി CPM 34 ചോദ്യാവലികൾ ആണ് തയ്യാറാക്കി താഴെത്തട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നാൽ ആ 34 ചോദ്യങ്ങളിൽ ഒന്നിൽ പോലും നേതൃത്വത്തിൻ്റെ പിഴവുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമില്ല. അതേ പിണറായിക്കും ഗോവിന്ദനും തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPM അണികളും ജില്ലാ നേതാക്കളും ഒരുപോലെ പറഞ്ഞ് പിണറായിയെ പ്രതിപക്ഷ കസേരയിലേക്ക് ഇരുത്തണ്ട എന്നുള്ളത്. പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് തോൽക്കാനാണ് എങ്കിലും സീറ്റ് നൽകിയ പിണറായി വിജയന് വേണ്ടി പാർട്ടി കസേരയിൽ ഇരുന്ന് തത്വം പറയുന്ന ഗോവിന്ദൻ മാഷ് കൈപൊക്കി. കൂട്ടത്തിൽ പിണറായി വിജയനും പൊക്കി. അങ്ങനെ പാർട്ടിയിലെ നേതാക്കളുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വന്നു. എന്നാൽ അപ്പോഴേക്കും വി.ഡി. സതീശൻ അജയ്യനായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത്. സാധാരണ സമരവും പ്രതിഷേധവുമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാറുള്ളത് എങ്കിൽ ഇന്ന് കണ്ടത് ആഹ്ലാദ പ്രകടനമാണ്. അതും ഭരണത്തിലേറിയ ഒരു മന്ത്രിക്കും സർക്കാരിനും നന്ദി അറിയിച്ച് സ്തുതി പാടുന്ന കാഴ്ചയ്ക്കാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യം സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. തിരിഞ്ഞു നോക്കേണ്ടവർ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ കേരള സമൂഹം ഒന്നടങ്കം ഈ സമരത്തോടൊപ്പം നിൽക്കണമെന്ന് തീരുമാനമെടുത്തു. ഇവരുടെ എല്ലാ ഇൻഡാസുകളെയും വകവയ്ക്കാതെ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ കേരള സമൂഹം ഞങ്ങളോടൊപ്പം നിന്നു. ആരാണ് ഞങ്ങളെ പിന്തുണയ്ക്കാത്തത്? CPM-ഉം CPI-യും അവരുടെ സൈബർ കൂട്ടങ്ങളും. കേരളം ഒന്നടങ്കം ഞങ്ങളെ പിന്തുണച്ചു. ഞങ്ങളുടെ സമരത്തോടൊപ്പം നിന്നു. ഞങ്ങളുടെ കണ്ണുനീരിൽ പങ്കുചേർന്നു. ഞങ്ങൾ നിരാഹാരം കിടന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നു അവർ. ഞങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കണ്ണി വയ്ക്കാതെ കാവലിരുന്നു ഈ കേരളത്തിന്റെ പൊതുസമൂഹം. അത് മറക്കില്ലൊരിക്കലും. അങ്ങനെ വാക്ക് തന്ന ഒരു മുഖ്യമന്ത്രി കയറി മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് വേതനം വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ അത് ആഘോഷിക്കും. ഞങ്ങൾ ആഘോഷിക്കാൻ അർഹതപ്പെട്ടവരാണ്. ഞങ്ങളുടെ നന്ദിയും സന്തോഷവും ഏറ്റുവാങ്ങുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർഹതപ്പെട്ടവനാണ്. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും അവർ മടുക്കാതെ തന്നെ ഈ സമരത്തിലെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിന്റെ ചില കാര്യങ്ങൾ അവർ നേടിയെടുക്കുകയും ചെയ്തതിന്റെ അഭിനന്ദിച്ചുകൊണ്ട് നാഡ്സ് എന്ന് പറയുന്ന നവോദയ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ 20 വർഷം പ്രവർത്തനം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഭിനന്ദനം, സമരത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിനന്ദനം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ജാതി മത രാഷ്ട്രീയം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നാഡ്സ്. അതിന്റെ ഒരു മെമ്മന്റോ ഇതിന്റെ ഭാരവാഹികളുടെ നിലനിർത്തുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടെ. ഒന്നുകൂടെ